ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പത്തനംതിട്ട എന്ന് പറയുന്ന സീരിയലിൽ ഇന്നത്തെ ഏറ്റവും പുതിയ എപ്പിസോഡിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ആദർശാണെങ്കിൽ ക്ലയൻസിനെയൊക്കെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ആ ഒരു ഡിസൈനറായിട്ടുള്ള ശ്രേയയെ ഓഫീസിലോട്ട് വിളിച്ചു വരുത്തുകയായിരുന്നു. പവിത്രയോട് ഈ ഒരു കാര്യം പറയുന്നുണ്ട്. താൻ എന്തൊക്കെ പറഞ്ഞാലും കാര്യമില്ല, ശ്രേയയെ വിളിച്ചിട്ട് എന്നെ എത്താൻ ഞാൻ പറയാം, ഇത്തരത്തിലൊരു സിറ്റുവേഷനായിരുന്നു, ഇന്ന് വരാതിരിക്കാൻ പറ്റത്തില്ലെന്ന് പറയുകയാണ്. അങ്ങനെ നിവർത്തിയിട്ടത് നമ്മുടെ പവിത്രയാണെങ്കിൽ നയനയെ വിളിച്ച് ഫോൺ കൊടുക്കുകയായിരുന്നു. എന്നിട്ട് ആദർശ് പറയുന്നുണ്ട്, ശ്രേയ ഇതൊരു എമർജൻസി സിറ്റുവേഷനാണെന്നും താനിപ്പോൾ വന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് കോടികളുടെ നഷ്ടം ഉണ്ടാകും, താൻ വരാതിരിക്കരുതെന്നും പറഞ്ഞ് നമ്മുടെ ശ്രേയയാണെന്ന് കരുതി നയനയോട് കാര്യങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യായിരുന്നു. അതിനുശേഷം ഫോൺ വെച്ചതിന് ശേഷം പവിത്രയോടായിട്ട് നയന ചോദിക്കേണ്ടത്, ഞാൻ എങ്ങനെ വരാനാണ്, ഞാൻ വരാതിരിക്കാൻ ഒരു സാധ്യതയില്ലെന്ന് ചോദിക്കുമ്പോൾ മാഡം വന്നാലേ പറ്റത്തുള്ളൂ, കോടികളുടെ ബിസിനസ്സാണ്, എനിക്കിതിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയുകയാണ്. മാഡം വന്നില്ലെങ്കിൽ ഈ ഡീല് നമുക്ക് നഷ്ടമായി പോകുമെന്ന് പറയുകയാണ്. അങ്ങനെ നിവർത്തിയില്ല നമ്മുടെ നയന ഓഫീസിലോട്ട് വരിക കേട്ടോ. ഈ ഒരു സമയത്താണെങ്കിൽ നമ്മുടെ ആദർശ് ക്ലയൻസിനെയൊക്കെ കൺവിൻസ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് ആ ഒരു കുട്ടി ഇങ്ങോട്ട് വരുന്നുണ്ടെന്നും ഇപ്പം ഒരു പ്രത്യേക സിറ്റുവേഷനാണ് ആ കുട്ടിയുടെ ഹൗസ് വൈഫാണ്, അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ വിളിച്ചിട്ടുണ്ടെന്നും ആ കുട്ടി വരാമെന്ന് പ്രോമിസ് ചെയ്തിട്ടുണ്ടെന്നുമാണ് പറയുകയായിരുന്നു നമ്മുടെ ക്ലയൻസിനോട് ആദർശ്. അപ്പോൾ ക്ലയൻസും പറയുന്നുണ്ട്, ഞങ്ങൾ എത്ര നേരം വേണമെന്നിരിക്കാം, എന്തൊക്കെയാണ് ഈ ഒരു ഡീൽ സൈൻ ചെയ്തതിന് ശേഷം മാത്രമേ ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ കുട്ടി വരികയെന്ന് ചോദിക്കുമ്പോൾ ഉറപ്പായിട്ടും വരുമെന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ ആദർശ് മനസ്സിൽ പറയുന്നുണ്ട്, വരുമോന്ന് തമ്പുരാൻ ദൈവത്തിന് അറിയാമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. എന്നിട്ട് പറയുന്നുണ്ട്, അത്തരത്തിലുള്ള കുട്ടികളെ ഒന്നും കൈവിട്ട് കളയരുതെന്നും താനും എത്രയും പെട്ടെന്ന് അവരെയൊക്കെ സ്റ്റാഫാക്കി വെക്കണമെന്ന് പറയണം. അപ്പോൾ നമ്മുടെ ആദർശ് പറയുന്നുണ്ട്, മൂർത്തിസ് ജ്വല്ലറീസ് അങ്ങനെയാണെന്നും നമ്മൾ കഴിവുള്ളവരെ തിരഞ്ഞ് കണ്ടുപിടിച്ച് അവർക്ക് ജോലി വാങ്ങിച്ചെടുക്കും, അടുത്ത തവണ നിങ്ങൾ വരുമ്പോൾ ഉറപ്പായിട്ട് നോക്കിക്കോ ഇവിടെ സ്റ്റാഫായിട്ട് ആ ഒരു കുട്ടിയും കാണുമെന്ന് അവർക്ക് വാക്ക് കൊടുക്കുകയായിരുന്നു. ഈ ഒരു സമയത്താണ് നമ്മുടെ നയന ആ ഒരു ഓഫീസിലോട്ട് കടന്നു വരികയാണ് കേട്ടോ. നയനെ കാണുമ്പോൾ തന്നെ നമ്മുടെ സെക്യൂരിറ്റിയൊക്കെ ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. അകത്ത് ഓഫീസിലോട്ട് കയറുമ്പോൾ എല്ലാവരും ഗുഡ് മോർണിംഗ് മേഡം എന്ന് പറഞ്ഞ് നമ്മുടെ നയനെ അഭിസംബോധന ചെയ്യുക കേട്ടോ. നയനയാണെങ്കിൽ ടെൻഷൻ അടിച്ചുകൊണ്ടാണ് അകത്തോട്ട് കയറിക്കുന്നത്. എന്നിട്ട് പവിത്രയോട് ചോദിക്കുകയാണ്, പവിത്ര എന്താ ഇതൊക്കെ, ഞാൻ എങ്ങനെ ഇനി എവിടെ ഫേസ് ചെയ്യുന്നു ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, മാഡം വരാതിരിക്കാൻ ഒരു രക്ഷയില്ലായിരുന്നു, അത് ഇത്രയും കോടികളുടെ ബിസിനസ് ആയതുകൊണ്ട് ഈ ഡീല് നമുക്ക് നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ അവരുടെ കറക്ഷൻസൊക്കെ മാഡം ക്ലിയർ ചെയ്ത് കൊടുക്കണം എന്ന് പറയുകയായിരുന്നു നമ്മുടെ പവിത്ര. അങ്ങനെ നമ്മൾ ആ ഒരു സമയത്ത് നമ്മുടെ ആദർശ് അങ്ങോട്ട് വരികയാണ്. ആ കുട്ടി വന്നോന്ന് ചോദിച്ച് ആദർശ് അങ്ങോട്ട് വരികയായിരുന്നു കേട്ടോ. അപ്പോൾ ആദർശ് പതിവില്ലാതെ നയനെ ഓഫീസിൽ വെച്ച് കണ്ടപ്പോൾ തന്നെ ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇവിടെ വന്നേക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പവിത്ര പറയുന്നുണ്ട്, വെരിപാടെന്ന് പറഞ്ഞ് പവിത്ര നമ്മുടെ നയനെയും കൂട്ടിക്കൊണ്ട് നമ്മുടെ ക്ലയൻസിൻ്റെ അടുത്തോട്ട് പോകുകയാണ്. നമ്മുടെ ആദർശിനൊന്നും മനസ്സിലാകാത്തവരെയാണ് നിൽക്കുന്നത്, മനസ്സിലാകാത്തവരെ നിൽക്കുന്നതാണോന്ന് കണ്ടു തന്നെയാണ്. ഒരുപക്ഷെ നയനെ ഇവിടെ വരുത്താനുള്ള ആദർശിൻ്റെ ശ്രമമാണെന്നുകൂടി ഇത് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. അങ്ങനെ ക്ലയൻസിൻ്റെ അടുത്ത് നമ്മുടെ നയനവരുടെ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ ആദർശം ഒന്ന് ചെവിച്ച് വയ്ക്കുന്നുണ്ട്, നീ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്, നിനക്ക് ഇതിനെക്കുറിച്ച് വല്ല അറിയാമോ, നീ വെറുതെ പ്രശ്നമൊന്നും ഉണ്ടാക്കരുതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ക്ലയൻസ് ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്നിരിക്കും നമ്മുടെ ആദർശം ഒന്നുമില്ലെന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ നയനയാണെങ്കിൽ അവരുടെ ആ ഡിസൈനിലുള്ള അവർ പറഞ്ഞ ആ പ്രോബ്ലംസൊക്കെ സോൾവ് ചെയ്ത് അവരെ ഹാപ്പിയാക്കി സാറ്റിസ്ഫൈഡ് ആക്കി വിടുകയാണ്. അങ്ങനെ ആ ഒരു കോടികളുടെ ഡീല് നമ്മുടെ ആദർശിന് മൂർത്തിസ് ജ്വല്ലറിയുടെ കമ്പനിക്കും കിട്ടുകയാണ്. അതിൽ ആദർശിന് വലിയ സന്തോഷം ഉണ്ടെങ്കിലും നയനയുടെ കള്ളത്തരം കാരണം നയനയോട് വല്ലാത്ത ദേഷ്യം തന്നെയാണ് നമ്മുടെ ആദർശിന് തോന്നുന്നത്. അങ്ങനെ ക്ലയൻസ് അഡ്വാൻസ് ഒക്കെ കൊടുത്ത് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മുടെ ആദർശ് നയനോട് പൊട്ടിത്തെറിക്കുകയായിരുന്നു. ഇതാണോ നിൻ്റെ ശ്രേയ എന്ന് നമ്മുടെ പവിത്രയോട് ചോദിക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങളെല്ലാവരും കൂടെ എന്നെ കബളിപ്പിക്കുകയായിരുന്നു എന്ന് നമ്മുടെ ആദർശ് നയനോട് ചോദിച്ച് പൊട്ടിത്തെറിക്കുകയായിരുന്നു. ഇങ്ങനൊരു കള്ളത്തരം കാണിച്ചിട്ട് ഞാൻ ശരിക്കും പവിത്രനെ ഇവിടുന്ന് പുറത്താക്കുകയാണ് ചെയ്യേണ്ടത്. തൽക്കാലം ഞാനത് ചെയ്യുന്നില്ല, പവിത്ര പൊക്കോ, ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് പവിത്രനെ അവിടുന്ന് യാത്രയാക്കി പറഞ്ഞു വിടുകയായിരുന്നു നമ്മുടെ ആദർശ്. എന്നിട്ട് നയനോട് ഓരോ കാര്യങ്ങൾ ചോദിച്ച് പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് ആദർശ് നയനയോടായിട്ട് ചോദിക്കണം, നിന്നെ പരിചയപ്പെട്ട് അന്ന് തൊട്ട് നീ കള്ളത്തരങ്ങൾ മാത്രമാണ് പറയുന്നത്, കള്ളത്തരങ്ങൾക്ക് മുകളിലാണ് നിൻ്റെ ജീവിതവും, നീ എൻ്റെ ജീവിതത്തിലോട്ട് വന്നതും അങ്ങനെ തന്നെയാണ്, ഒരു മുഖം മറച്ചുകൊണ്ടാണ്. അതിനുശേഷം മത്സരത്തിൽ 1ാം സമ്മാനം നേടിയപ്പോഴും നീ മുഖം മറച്ചുകൊണ്ടാണ് വന്നത്. നീ രാത്രിയിൽ അവിടെ ഇരുന്ന് ഒരു ഡിസൈൻ എല്ലാം വരയ്ക്കുന്നുണ്ട്, നിനക്ക് ആ സമയത്തെങ്കിലും എന്നോട് സത്യങ്ങളൊക്കെ തുറന്നു പറയായിരുന്നു, എന്നാൽ നീ അത് ചെയ്തില്ല. എനിക്ക് അതുകൊണ്ട് നീ ഈ പറയുന്ന കാര്യങ്ങളും പ്രവൃത്തിയിലൊന്നും എനിക്ക് ഒരു വിശ്വാസവും ഇല്ലെന്ന് പറയുകയാണ്. അപ്പോൾ നയന പറയുന്നുണ്ട്, ആദർശേട്ടാ ഞാൻ അങ്ങനെയല്ല, ഞാൻ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ കള്ളങ്ങളൊന്നും ഇല്ലാതെ ജീവിക്കായിരുന്നു, എന്നാൽ എൻ്റെ സാഹചര്യങ്ങൾ കൊണ്ട് മാത്രമാണ് ഞാൻ ഓരോ കള്ളത്തരങ്ങളും പറയേണ്ടി വന്നിരുന്നത്. കാരണം അതിൻ്റെ സാഹചര്യം നിങ്ങളുടെ വീടും വീട്ടുകാരും കൂടെയാണ്. എനിക്കൊരു അമ്മായിമ്മയുണ്ട്, ഞാൻ വീട്ടിൽ മാത്രം കഴിഞ്ഞുകൂടി അല്ലെങ്കിൽ ഒതുങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവരാണത്, അതുകൊണ്ടാണ് ഞാൻ ഇതിനൊന്നും ശ്രമിക്കായിരുന്നത്. അതുമാത്രമല്ല ആദർശേട്ടനോട് പണ്ട് പവിത്ര ഒരു ഡിസൈൻ വരച്ചുകൊണ്ട് വന്നപ്പോൾ ആദർശേട്ടന് ദേഷ്യപ്പെട്ട് ആദർശേട്ടനത് വഴക്ക് പറയുന്നത് കേട്ടപ്പോൾ ഞാനൊരു ഡിസൈനുമായിട്ട് ആദർശേട്ടൻ്റെ അടുത്തോട്ട് വന്നിരുന്നു. എന്നാൽ ആ ഒരു സമയത്ത് ആദർശേട്ടൻ അത് നോക്കുക പോലും ചെയ്യാതെയാണ് എന്നോട് പെരുമാറിയെന്ന് പറയുകയായിരുന്നു നമ്മുടെ നയന വിഷമത്തോടെ കരഞ്ഞുകൊണ്ട്. അതിനുശേഷം നയന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ആദർശനോടായിട്ടും ചോദിക്കുന്നുണ്ട്.
ആ ഒരു സ്ത്രീ അല്ലെങ്കിൽ ആ ഒരു കുട്ടി ശ്രേയാന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ ഫാമിലിയിൽ എല്ലാവരും സപ്പോർട്ടായിരുന്നു. ആ ഒരു ഭർത്താവ് നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചാട്ടവാറ് കൊണ്ടടിക്കണമെന്ന്. അപ്പോൾ നമ്മുടെ ആദർശ് അങ്ങനെ ആലോചിക്കുന്നുണ്ട്, ഈശ്വരൻ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആദർശ് ചേട്ടൻ ഇനി ആലോചിക്കുന്നുണ്ട്. ആദർശ് ചേട്ടൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നേരം ആദർശ് പറയുന്നുണ്ട് ശരിയായിരിക്കും, പക്ഷേ നീ നിൻ്റെ കഴിവുകളൊക്കെ തെളിയിക്കേണ്ടത് മര്യാദയ്ക്കുള്ള അല്ലെങ്കിൽ കള്ളത്തരത്തിലൂടെയല്ല, എന്നോടെല്ലാം തുറന്നു പറയണമെന്ന് പറയുകയായിരുന്നു. ഇതിപ്പോൾ ഞാൻ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ഭാര്യ വലിയൊരു ഡിസൈനറാണെന്ന് പറയുന്നത് എനിക്ക് അഭിമാനമുള്ള കാര്യം തന്നെയാണ്. എന്നാൽ അത് കള്ളത്തരത്തിലൂടെയാണ് നീ ചെയ്തതും പിന്നെ ഞാനത് കണ്ടെത്തേണ്ടി വന്നതുകൊണ്ട് എനിക്കതിലിപ്പോൾ ഒരു അഭിമാനവും തോന്നുന്നില്ല. എനിക്കിതിനോട് വെറുപ്പ് മാത്രമാണ് ഇപ്പോൾ തോന്നുന്നത്. എന്തൊക്കെയാണെങ്കിലും നീ ചെയ്തതിന് നീ പ്രതിഫലം വാങ്ങിച്ചോന്ന് പറഞ്ഞ് ആ ഒരു അഡ്വാൻസ് കിട്ടിയ തുകയായിരുന്നു ഒരു കെട്ട് തുക എടുത്ത് നമ്മുടെ നയനയ്ക്ക് മുമ്പിലോട്ട് കൊടുക്കുകയായിരുന്നു. അപ്പം നയന പറയുന്നുണ്ട് എനിക്കത് വേണ്ട, ഞാൻ ആദർശേട്ടന് വേണ്ടി എൻ്റെ ഭർത്താവിന് വേണ്ടിയാണ് ചെയ്തത്. മൂർത്തീസ് ജ്വല്ലറീസ് താഴെ പോകാതിരിക്കാനും അല്ലെങ്കിൽ എൻ്റെ ആദർശേട്ടൻ MD ആയിട്ടിരിക്കുന്ന ഈ ഒരു കമ്പനി ആ ഒരു സ്ഥാനം കളയാതിരിക്കാൻ വേണ്ടി ഞാൻ ചെയ്തതാണ്. അതിന് ഞാൻ പ്രതിഫലമൊന്നും ആഗ്രഹിച്ചിട്ടില്ലെന്ന് പറയുമ്പോൾ പറയാണ് ചെയ്ത ജോലിക്ക് ആരാണെങ്കിൽ പ്രതിഫലം വാങ്ങിക്കണം. ഞാനിപ്പോൾ അത് ആ പൗത്രയുടെ കൂട്ടുകാരി ശ്രേയക്കാണെങ്കിൽ ഈ ഒരു പൈസ കൊടുത്തേനെ. അത് അമ്മയാണെങ്കിലും ശരി, ഭാര്യയാണെങ്കിലും ശരി, അച്ഛനാണെങ്കിലും ശരി, ചെയ്ത പ്രവർത്തിക്കുള്ള കൂലി വാങ്ങിക്കണം. അതിൽ തെറ്റൊന്നുമില്ല. നീ ഇത് വാങ്ങിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ നീയുമായിട്ട് ഒരു ഡീലും വെക്കുകയില്ല. അതുമാത്രമല്ല ഇപ്പം നീ നേടിത്തന്ന ഈ ഒരു ഡീലും ഞാൻ ക്യാൻസലാക്കുകയും ചെയ്യുന്നു പറയാൻ. അങ്ങനെ നിവർത്തിയില്ല. നമ്മുടെ നയന ആ ഒരു പണം വാങ്ങിച്ചിട്ട് നയന അവിടുന്ന് പോവുകയായിരുന്നു കേട്ടോ. അങ്ങനെ നയന വിഷമത്തോടെ ആ ഒരു മുറി വിട്ട് പുറത്തോട്ട് പോവുകയായിരുന്നു കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ആദർശം മനസ്സിൽ പറയുന്നത് അവൾ ചെയ്ത് കള്ളത്തരമാണെങ്കിലും അസാമാന്യ ടാലൻ്റുള്ള ഒരു പ്രതിഭ തന്നെയാണ് അവൾ. എന്തൊക്കെയാണ് അവളെ അംഗീകരിക്കാതിരിക്കാൻ പറ്റിയായിരുന്നു പറയുകയാണ്. പിന്നെ നമ്മുടെ ആ നയന ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിച്ചോടെ ഇരിക്കട്ടെ. മറ്റൊന്നുമല്ല, ഈ ഒരു കാര്യത്തിൻ്റെ സ്നേഹം കൊണ്ട് തന്നെ ആദർശനാണെങ്കിൽ അവളെ എടുത്തു പോക്കി നന്ദി പറയുന്നൊരു സീൻ തന്നെയാണ്. പിന്നെ കാണാൻ സാധിക്കും നമ്മുടെ ആദർശം അപ്പോൾ വരുമ്പോൾ നയനെ നീ പോയില്ല ഇതുവരെ, നീ എന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നയനാണ് ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവർ തമ്മിലുള്ള ചെറിയ രീതിയിലുള്ള റൊമാൻസ് ഒക്കെ വർക്കൗട്ട് ആകുന്ന കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നിമിഷങ്ങൾ അതൊക്കെ തന്നെയായിരുന്നു. എന്തൊക്കെയാണെങ്കിലും ഇവരുടെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതുപോലെ തന്നെ സ്നേഹമുണ്ടെന്ന് കാണിച്ചു തരുന്ന കുറേ മൊമെൻറ്റ്സ് തന്നെയായിരുന്നു പിന്നീട് നമുക്ക് അങ്ങോട്ട് കാണാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് പ്രേക്ഷകർ ഏറെ ആകാംക്ഷയുടെ കാത്തിരുന്ന നിമിഷങ്ങൾ തന്നെയായിരിക്കും ഇനി പത്തരമാറ്റം എന്ന് പറയുന്ന സീരീസ് സംഭവിക്കുന്നത് ഇപ്പോൾ ഉറപ്പായിരിക്കണം. എന്തൊക്കെയാണ് ആ ഒരു നിമിഷം, അതായത് ആദർശം നയനെ ഒന്നിക്കുമ്പോൾ പ്രേക്ഷകർ ആഗ്രഹിച്ച ഒരു നിമിഷം തന്നെ നമുക്ക് ആ ഒരു സ്ക്രീനിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനന്തപുരി തറവാട്ടാണ്. തറവാട്ടിലാണെങ്കിൽ രാവിലെ നമ്മുടെ പതിവ് പോലെ തന്നെ നയന ആദർശത്തിനുള്ള ചായയൊക്കെ എടുത്ത് വെച്ചിട്ട് അലാറമൊക്കെ അടിച്ച് പുള്ളിനെ എഴുന്നേൽപ്പിക്കുന്നുണ്ട്. ഈ സമയത്ത് അവിടെ തൂത്തും തുടച്ചൊക്കെ നമ്മുടെ നയനെ അവിടെ എല്ലാവരുടെ അടുത്തായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഹാളിൽ ഇരുന്ന് നമ്മുടെ നയന വരച്ച ഡിസൈനൊക്കെ കണ്ട് നമ്മുടെ മുത്തശ്ശി അതോടൊപ്പം തന്നെ ദേവേനയ്ക്ക് വലിയ കാര്യമായിട്ട് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മുടെ നയന അവിടെ പാത്തും പതുങ്ങി നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ ഇടത്തി വയ്ക്കും. നീ എന്തിനാ അവിടെ പാത്തും പതുങ്ങിയൊക്കെ നിൽക്കുന്നത്, എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ അമ്മ എനിക്കൊന്ന് വീട് വരെ പോകണമെന്നുണ്ടായിരുന്നു നമ്മുടെ നയന ദേവേനായിട്ട് പറയും. അപ്പോൾ ദേവേന് അന്നേരം പറയും അതൊന്നും പറ്റത്തില്ല, നീ ഇവിടെ നിന്നാൽ മതി, നിനക്ക് ഞാൻ ഫോൺ തന്നിട്ടുണ്ടല്ലോ, അത് നീ ആവശ്യത്തിന് വേണമെങ്കിൽ വിളിച്ചു, നീ ഫുൾ ടൈം നീ നിൻ്റെ തള്ളയെ വിളിച്ചുകൊണ്ടിരിക്കുമല്ലോ എന്ന് ചോദിച്ചാൽ ദേവേൻ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. നമ്മുടെ അമ്മ പറയുന്നുണ്ട് അതിനിപ്പോൾ എന്താ അവൾക്കൊന്ന് വീട്ടിൽ പോകണമെന്നല്ലേ പറഞ്ഞുള്ളൂ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആദർശം അങ്ങോട്ട് വരികയാണ്. അപ്പോൾ ആദർശിന് വേണ്ടി നമ്മുടെ നയനയുടെ ഷർട്ടൊക്കെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഇടാതെയാണ് നമ്മുടെ ആദർശം വന്നിരിക്കുന്നത്. അപ്പോൾ ആദർശം ഇങ്ങനെ നയനയുടെ നോട്ടം കാണുമ്പോൾ ആദർശിന് മനസ്സിലായിട്ട് ആദർശം ഇങ്ങനെ മനസ്സിൽ പറയും നീ ഇപ്പോൾ എടുത്തുന്ന ആ ഒരു ഷർട്ട് ഞാൻ ഇട്ട് കഴിഞ്ഞാൽ നിന്നോടുള്ള അടുപ്പം കൂടിയെന്നല്ല നീ ചിന്തിക്കത്തുള്ളൂ, അത് വേണ്ടെന്ന് പറഞ്ഞാൽ ഇച്ചിരി കടുപ്പത്തിൽ തന്നെ ഇരിക്കട്ടെ എന്നിങ്ങനെ മനസ്സിൽ പറയണം. എന്നിട്ട് ആദർശ് ചോദിക്കേണ്ട എന്താ അമ്മ ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ അവൾക്കിപ്പോൾ അവിടെ വീട്ടിൽ പോകണമെന്ന് മോനെ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ അതിപ്പം അവളിപ്പോൾ ഇവിടെ വന്നിട്ട് കല്യാണം കഴിഞ്ഞിട്ട് വന്നിട്ട് കുറച്ച് തവണയല്ലേ വീട്ടിൽ പോയിട്ടുള്ളൂ, അവൾക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും. അപ്പോൾ അവൾ പോയി വരട്ടെ എന്ന് പറയുമ്പോൾ അതൊന്നും ഞാൻ പറ്റത്തില്ല, എനിക്ക് അവളുടെ അമ്മ എന്ന് പറഞ്ഞാൽ പെരും കള്ളിയാണ്, അവളുടെ അച്ഛനും അതുപോലെ തന്നെയാണ്, പിന്നെ എന്തിനാ അവളങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്നെ ഇവിടുത്തെ കാര്യമൊക്കെ ആര് നോക്കുന്നു പറഞ്ഞ് നമ്മുടെ ദേവ്യാനി വഴക്കുറയാട്ടോ നയനെ. അപ്പം നമ്മുടെ ആദർശ് പറയുന്നുണ്ട് എൻ്റെ പൊന്നമ്മ അവളുടെ വീട് വരെ ഒന്ന് പോകുന്നു പറഞ്ഞ് ഇപ്പോൾ എന്നാ സംഭവിക്കാനാ, അവളൊന്ന് പോയി കണ്ടിട്ട് വരട്ടെ എന്ന് പറയുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ മുത്തശ്ശിയും നമ്മുടെ ദേവേനി അതായത് നമ്മുടെ ആദർശിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്. അന്ന് ആ ഒരു സമയത്താണ് നമ്മുടെ മുത്തശ്ശിനെ അങ്ങോട്ട് വരുന്നത്. മുത്തശ്ശി എന്നിട്ട് ഇവിടുത്തെ സംസാരമൊക്കെ കേട്ടിട്ട് അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ ഇവിടെ പ്രശ്നമൊന്നും, മോൾക്ക് വീട്ടിൽ പോകണമെങ്കിൽ പോകാം, ഇവിടെ ആരോടും ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല, അതിന് ദേവേനയുടെ സമ്മതം നീ വാങ്ങിക്കേണ്ട, വേണമെങ്കിൽ ഇവിടെ പോയി എല്ലാവരെയും കണ്ട് സന്തോഷമായിട്ട് പോവാം, ഒരു ദിവസം നിൽക്കണമെങ്കിൽ നിന്നിട്ട് വന്നാൽ മതി എന്നും പറയണം. അങ്ങനെ കുഴപ്പമൊന്നുമില്ലെന്ന് അങ്ങനെ സന്തോഷത്തോണ്ടിരിക്കുകയാണ് നമ്മുടെ നയന. ഈ ഒരു സമയത്ത് നമ്മുടെ ദേവേനയുടെ നോട്ടം കണ്ടിട്ട് നമ്മുടെ നയനയ്ക്ക് ആകെ വിഷമാകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഹൃദയസ്പർശിയായിട്ടുള്ളൊരു എപ്പിസോഡ് തന്നെയാണ് നമുക്കിന്ന് പത്തനമാറ്റം എന്ന് പറയുന്ന സീറ്റിൻ്റെ ഭാഗത്തുനിന്ന് കാണാൻ സാധിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് കണ്ടു തന്നെ വരണം വരും ദിവസങ്ങളിൽ എത്രത്തോളം എന്തൊക്കെ സംഭവവികാസങ്ങളായിരിക്കും ഈ ഒരു സീരീസ് സംഭവിക്കാൻ പോകുന്നത്. അപ്പം വരും ദിവസങ്ങളിലെ പത്തനമാറ്റം എന്ന് പറയുന്ന സീൻ്റെ എല്ലാവരും എപ്പിസോഡ് പ്രമോ റിവ്യൂസും നിങ്ങൾക്ക് ആദ്യം തന്നെ അറിയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.